ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ പ്രിയപ്പെട്ട നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ താജുദ്ദീൻ CP അവർകൾ, സ്നേഹാദരം നിറഞ്ഞ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയായ പ്രിയപ്പെട്ട അസ്കർ മാസ്റ്റർ, പ്രിയപ്പെട്ട ത്വയ്യിബ് മാസ്റ്റർ, ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ പ്രിയപ്പെട്ട നമ്മുടെ ഇന്ന് ഈ പരിപാടിയിലെ പാട്ടും പറച്ചിലുമായി നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ലുഖ്മാൻ അരീക്കോട്, പ്രിയപ്പെട്ട HM, നമ്മുടെ PTA കമ്മിറ്റി ഭാരവാഹികൾ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥിനികളെ, സ്റ്റാഫ് അംഗങ്ങളെ, സഹോദരന്മാരെ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ PMSA PTM ALP സ്കൂളിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു സൗഹൃദ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ള ഇതിൻ്റെ സംഘാടകരെ ആദ്യമായി മുക്തകണ്ഠം പ്രശംസിക്കുന്നു. 50 വർഷം എന്നുള്ളത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഒരുപാട് ത്യാഗോജ്ജലമായ, പ്രത്യേകിച്ച് നമുക്കറിയാം ഇതുപോലുള്ള നമ്മുടെ ഒരു ഗ്രാമപ്രദേശങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പറ്റം ആളുകളുടെ കൂട്ടായ്മയിലൂടെ ഉയർന്നു വന്നിട്ടുള്ള ഇതുപോലുള്ള സ്ഥാപനങ്ങൾ 50 വർഷമെന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാലയളവല്ല. പ്രത്യേകിച്ച് ഈ ചെറുപ്പകാലത്തെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ അടുത്ത് തന്നെയുള്ള ആളായതുകൊണ്ട് എനിക്കറിയാം, ഭൂമിശാസ്ത്രപരമായി വളരെ പ്രയാസം നേരിടുന്ന ഒരു പ്രദേശമാണ് ഈ ചെറുപ്പാലം എന്നുള്ളത്. വിവിധ കരകളിലായി ഏകദേശം 3 കര എന്നാണല്ലോ ഇവിടെ പറയാൻ പറ്റുന്നത് അല്ലേ? അതെ, 3 കരകളിലായിട്ട് വിവിധ പ്രദേശങ്ങളെ, അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് പ്രത്യേകിച്ച് ചില സീസണിൽ മഴക്കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ അക്കരയിൽ നിന്ന് ഇക്കരയ്ക്ക് കടക്കുക എന്നുള്ള ഏറ്റവും പ്രയാസകരമായ ഒരു പ്രദേശത്താണ് ഇതുപോലുള്ള ഒരു കലാലയത്തിൽ ഇത്രയും പുരോഗതി കൈവരിക്കാൻ സാധിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ വിധ നുകരുന്നതിലും അതുപോലെ തന്നെ മറ്റ് സാമൂഹികമായ പരിഷ്കരണ പ്രവർത്തനങ്ങളിലൊക്കെ മുന്നോട്ട് ഗമിക്കുന്നതിന് വേണ്ടിയിട്ട് ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്ന ഒരു കലാലയം ഇങ്ങനെ 50 വർഷം പൂർത്തീകരിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ഏറ്റവും ശ്ലാഘനീയവും അതുപോലെ തന്നെ അതിൻ്റെ ചരിത്രത്തിൽ നമ്മുടെ ഈ വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്ത് തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട ഒരു പ്രവർത്തനം കൂടിയാണ്. ഏതായിരുന്നാലും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ ഇന്നിവിടെ കൂടിയ ഏകദേശം ആളുകളൊക്കെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിരിക്കുമല്ലോ. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉയർന്നു വന്നതിൻ്റെ പിന്നിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ അന്നിവിടെ പ്രവർത്തിച്ചിരുന്ന നമ്മുടെ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു പറ്റം ആളുകളുടെ പ്രയത്നത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നത്. ഇന്ന് പല കലാലയങ്ങളും ഉയർന്നു വരുന്നത് ലാഭേച്ഛയിലൂടെ, അങ്ങനെ ലാഭേച്ഛ ഇച്ഛിച്ചുകൊണ്ട് മാത്രമാണ്. ഇന്ന് പ്രത്യേകിച്ച് ശോഷണ മേഖലയിലൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് അതൊരു സാമൂഹ്യ സേവനം എന്നതിലുപരി കച്ചവടവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നന്മയിൽ ഊന്നിയിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പൂർവ്വസൂരികളായിട്ടുള്ള ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ 50 വർഷം ആഘോഷിക്കുമ്പോൾ വളരെ ബൃഹത്തായ രീതിയിൽ 3 ദിവസത്തെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തുകൊണ്ട് വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടാണ് ഇതിൻ്റെ സംഘാടകർ നിങ്ങളിവിടെ ഇത് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് അറിയാൻ സാധിച്ചു. ഇങ്ങനെ ഒരു ഉദ്ഘാടന ശേഷം വെച്ചുമ്പോൾ നേരത്തെ തന്നെ
എന്നെ അറിയിച്ചിരുന്നു. കൃത്യം 4 മണിക്കൊക്കെ എത്തണമെന്ന് അറിയിച്ചിരുന്നു. ഞാൻ 4 മണിക്ക് വരാം എന്ന് പ്രതീക്ഷയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് നിർഭാഗ്യവശാൽ നമ്മുടെ അടുത്ത നാട്ടുകാരൻ തന്നെ ആയിട്ടുള്ള നമ്മളൊരു ആത്മസുഹൃത്തു കൂടിയായിട്ടുള്ള ഒരാൾ മരണപ്പെടുകയും അതുകൊണ്ട് അല്പം വൈകി നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഇവിടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ തുടർന്നുള്ള നാളെയും മറ്റന്നാളുമായൊക്കെ നടക്കുന്ന ഒരുപാട് പരിപാടികളുണ്ട്. ഈ പരിപാടികൾക്കുമെല്ലാം വളരെ വിജയപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാനും അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനത്തിലൂടെയൊക്കെ തന്നെ നല്ലൊരു ദിശാബോധത്തോടു കൂടി ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കാനും ഉതകുമാറാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു. രുക്മിണി ചേച്ചി 2